എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഷാങ്സിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ തീർത്തു പറയും, ഇത് നമ്മുടെ സമയമാണ്, എത്രയും വേഗം ആ വൺ പീസ് അത് നമ്മൾ തന്നെ കണ്ടെത്തണം. കട്ട് ചെയ്താ ഇവിടെ മൊമൻഡോസ്കി ആണെങ്കിൽ നിർത്താതെ ആ നേവി സോൾജിയറിനെ അങ്ങനെ അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. പക്ഷെ ഞൊട്ടിയിടയിൽ അവൻ്റെ വുഡ് പവർ ഉപയോഗിച്ച് മൊമൻഡോസ്കി അങ്ങനെ ചുരുട്ടി മടക്കി ലോക്ക് ചെയ്യും. യമട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് വീണ്ടും അവനെ ആഞ്ഞടിക്കാനായിട്ട് പാഞ്ഞടുക്കും. അത് കണ്ട് മൊമൻഡോസ്കി അവളെ തടയും. കേട്ടോ, ഒരു കാരണവശാലും നീ ഇപ്പോൾ ഈ ഫൈറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ സൂം ചെയ്ത നമ്മുടെ നാമി, അവളാണെങ്കിൽ ഗണ്ണൊക്കെ എയിം ചെയ്ത് മാസായിട്ട് നിൽക്കുകയാണ്. മറ്റൊന്നിനുമല്ല, അവിടെ ഗൺ ഷൂട്ട് മത്സരം നടക്കുന്നുണ്ട്. അതിൽ മത്സരിക്കാനാണ് നമ്മുടെ പെണ്ണ് ഇപ്പൊ കാര്യമായിട്ട് എയിം ചെയ്യുക. അവളാണെങ്കിൽ ഗണ്ണൊക്കെ കറക്റ്റായിട്ട് എയിം ചെയ്ത് വെടി പൊട്ടിക്കും. പക്ഷെ അതാണെങ്കിൽ ശൂന്യാകാശത്തേക്ക് പറന്നു പോവാണ്. ചോപ്പർ പറയും, ഇങ്ങനെയൊന്നുമല്ല, നിന്റെ ആക്യുറസി അത് വളരെ കുറവാണ്. അപ്പോഴായിരിക്കും നമ്മുടെ സോഹെ കിങ് അവനാണെങ്കിൽ അവിടേക്ക് വന്ന്, ഞാനാണ് ബെസ്റ്റ് സ്നൈപ്പർ, എന്നെ കൊണ്ട് മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് എയിം ചെയ്ത് കൊള്ളിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ എയിം ചെയ്യും. സോപ്പാണെങ്കിൽ നാമിയെ അപേക്ഷിച്ച് ഒരുപാട് പുറകിൽ നിന്നായിരിക്കും അതിനെ എയിം ചെയ്ത് അടിക്കുക. പക്ഷെ കറക്റ്റായിട്ട് അത് ആ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളും. ടോപ്പ് ഓണർ പോലും അത് കണ്ട് വണ്ടർ അടിക്കുകയാണ്. അതിനുശേഷം അവർ ക്യാൻഡിയൊക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. നാമിയാണെങ്കിൽ ആ ക്ലൗഡിന് പഞ്ഞിമുട്ടായി കൊടുക്കും. അത് പറയും, എനിക്ക് തൊട്ടും ഇഷ്ടമല്ല. അതിന് നാമി അവനെ നിർബന്ധിക്കും. അവൻ കുറച്ചത് കഴിക്കും. അതിനുശേഷം നാമിയോട് പറയും, ബ്ലാക്ക് ക്ലൗഡിന്റെ അത്രയും ടേസ്റ്റ് ഇതിനില്ല. അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഉസോപ്പാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും ഹായ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഓഡന്റെ അസിസ്റ്റൻസും മൊമൻഡോസ്കിയും ടോയും അവരെല്ലാവരും ചേർന്ന് ആ ഒരു നേവി ഓഫീസറിനെ അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. നേവിക്കാരനാണെങ്കിൽ വീണ്ടും അവന് ട്രീസ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും തിരികെ അറ്റാക്ക് ചെയ്യും. മാത്രമല്ല, അവൻ മൊമൻഡോസ്കിയെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ കൈ ചുരുട്ടി മൊമൻഡോസ്കിയെ ആഞ്ഞെട്ടിക്കും. മര്യാദയ്ക്ക് ആ ലൂഫിയെ അവനെനിക്ക് വിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറയും. ഉടനെ റൈസോ അവനാണെങ്കിൽ ഫയർ ഇപ്പോൾ ആ നേവി ഓഫീസറിനെ നേരെ എജക്ട് ചെയ്യും. മരത്തിൽ ആ ഫയർ അങ്ങനെ കത്തിപ്പടർന്ന് അവൻ വേദനയാൽ നിലവിളിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് വല്ലാത്തൊരു ആശ്വാസം. പക്ഷെ അടുത്ത നിമിഷം അവൻ ടെററായിട്ട് ചിരിച്ച് ആ തീയെല്ലാം അണച്ചു കളയും. നിങ്ങൾ എന്ത് കരുതി ഞാനൊരു നേവിയിലെ സീനിയർ ഓഫീസറാണ്, വെറും ഒരു ഫയറിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ റൈസോയെ അടിച്ച് തെറിപ്പിക്കും. അവനാണെങ്കിൽ അവന്റെ വുഡ് അത് റൈസോയുടെ ബോഡിയിൽ കുത്തി ഇറക്കി അവന്റെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കും. പിന്നീട് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഓരോരോ ബ്രാഞ്ചുകൾ ഉപയോഗിച്ച് ചുരുട്ടി എടുക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ട്രഫാർഗറിലോ അവനാണെങ്കിൽ റോബിനുള്ള ആ സീക്രട്ട് ഹൈഡൌട്ട് പ്ലേസിലേക്ക് വരികയാണ്. റോബിനും മാസ്റ്ററും അവനെ കണ്ട് ഷോക്കാവും. എങ്ങനെ ഇവിടെ എത്തി? അതിനവൻ പറയും, ഇവിടെ മുഴുവൻ ഞാൻ നിങ്ങളെ അന്വേഷിച്ചു, എവിടെയും കാണാനുണ്ടായില്ല. അപ്പോൾ എനിക്ക് തീർച്ചയായും നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവരെയും കൂട്ടി ഒരു പടിക്കെട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. പടിക്കെട്ടിലൂടെ ഒരുപാട് കാലമായി ആരും തന്നെ യാത്ര ചെയ്തിട്ടില്ല. സോ പടിക്കെട്ട് മുഴുവൻ പായലൊക്കെ പിടിച്ച് തെന്നിക്കൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ കെയർഫുള്ളായി താഴേക്ക് ഇറങ്ങി വരും. മാസ്റ്റർ അവരോട് പറയും, കൈഡോയ്ക്കും ഒറോച്ചിക്കും അവർക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല. ആക്ച്വലി അവരുടെ കൂടെയുള്ള ജാക്ക് അവൻ ഫിഷ്മാൻ ആണ്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ അവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞ് എന്തോ ഒരു പ്രത്യേക സംഗതി അവൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അവരാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു ഗ്ലാസ് ബ്ലോക്ക് കാണുകയാണ്. ഇവിടെ ലോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഒരല്പം ടെൻഷനാവും. സോ അവൻ റൂം ക്രിയേറ്റ് ചെയ്ത് റോബിനോടൊപ്പം ആ ഗ്ലാസിന്റെ അടുത്തേക്ക് വന്ന് ദൂരേക്ക് നോക്കുകയാണ്. കടലിന്റെ അടിയിൽ മറ്റൊരു വലിയ ലോകം തന്നെ ഉണ്ട്. മാസ്റ്റർ ആണെങ്കിൽ അവരോട് പറയും, സത്യത്തിൽ ഇതിനെക്കുറിച്ച് എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. 800 വർഷങ്ങൾക്ക് മുൻപ് ആ വലിയൊരു മൗണ്ടൈൻ്റെ അണ്ടറിലായിരുന്നു ലാൻഡ് ഓഫ് വാനോ ഉണ്ടായിരുന്നത്. അതിനുശേഷം മാസ്റ്റർ ആണെങ്കിൽ അവരെയും കൂട്ടി വീണ്ടും അടുത്ത ഒരു ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ ദൂരത്തായിട്ട് അവർ കാണും ആ 4ാമത്തെ പോണോഗ്ലിഫ്, റെഡ് പോണോഗ്ലിഫ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ റെഡ് പോണോഗ്ലിഫ് അത് കണ്ട് അങ്ങനെ അത്ഭുതത്തോടു കൂടെ അതിൽ തന്നെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും മാസ്റ്റർ പറയുക, ഈ ചോദിച്ച ആൻഷ്യൻ വെപ്പൻ അത് ഒരു ഫ്ലോറിന്റെ താഴെയാണുള്ളതെന്ന് പറയും. അപ്പോൾ അവർ കടന്നു വന്ന ആ ഒരു വഴി കാണിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ റോബിന്റെ ലോടെ മുഖത്തേക്ക് നോക്കും. സത്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത് കണ്ടിട്ടില്ല. അത് കാണണമെങ്കിൽ ഈ 2 ബോർഡേഴ്സ് അത് തല്ലി തകർക്കണം. ഇത് മാത്രമേ ആ ഒരു ആൻഷ്യൻ വെപ്പൻ അത് പുറത്തേക്ക് വരികയുള്ളൂ. ഇപ്പോൾ അത് ചെയ്യുന്നത് വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു പറയും. സത്യത്തിൽ കൈഡോ ആഗ്രഹിച്ചത് ഈ ഒരു ബോർഡേഴ്സ് അത് തകർക്കാനാണ്. പക്ഷെ അങ്ങനെ തകർക്കുകയാണെങ്കിൽ ആൻഷ്യൻ വെപ്പൻ പുറത്തു വരും. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ അവൻ എന്തിനാണ് ആഗ്രഹിച്ചതെന്ന് മാത്രമാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യം. മാത്രമല്ല, ഇത്രയും കാലവും ഞങ്ങളുടെ ക്ലാനുകാര് ക്ലാനിലുള്ളവർ ഈ ഒരു വാനോ കിങ്ഡം അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇപ്പോഴും അതിന് തന്നെയാണ് ശ്രമിച്ചത്. പക്ഷെ ഓടൻ അവൻ മരിക്കുന്ന അവസാന സമയത്തും വാനോ കിങ്ഡത്തിന്റെ ബോർഡേഴ്സ് അത് തകർക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടതെന്ന് പറയും. കട്ട് ചെയ്ത അതേസമയം ഇവിടെ
ആ ഒരു നേവി ഓഫീസർ അവനാണെങ്കിൽ മൊമന്റോസ്കിയെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. ആണെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചു പറയും, ഞാനാണ് റിയൽ നേച്ചർ പവറുമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മരിക്കണ്ടെങ്കിൽ അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ലൂഫിയെ എനിക്ക് വിട്ടതാ. ആ കൈഡോ അവൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. പക്ഷെ കൈഡോ അവൻ കൊല്ലപ്പെട്ടു. സോ ലൂഫിയെ എന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് കൊന്നേ പറ്റൂന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും മൊമന്റോസ്കിയെ തല്ലും. യമട്ടോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളാണെങ്കിൽ മൊമന്റോസ്കിയോട് പറയും, നമ്മുടെ മുൻപില് മറ്റൊരു വഴിയുമില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ഇവൻ നമ്മളെ എല്ലാവരെയും തല്ലിക്കൊല്ലും. നീ എത്രയും വേഗം മൈൻഡ് പവർ ഉപയോഗിച്ച് ലൂഫിയെ ഈ കാര്യം അറിയിക്കണം. അവന്റെ സഹായം അത് തേടണം. അവൻ 4 എംപറേഴ്സിൽ ഒരാളായ ഓഡനെ തല്ലിക്കൊന്നവനാണ്. അവനെ കൊണ്ട് ഈസി ആയിട്ട് ഇവനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറയും. മൊമന്റോസ്കി ആണെങ്കിൽ തീർത്തു പറയും, അയ്യോ ഇല്ല, ഒരു കാരണവശാലും ഞാനിനി അവരുടെ ഹെൽപ്പ് ചോദിക്കില്ല. കാരണം ഈ വാനോക്കിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഞാനാണ്. ഇവിടേക്ക് ആര് വന്നാലും അവരെ തല്ലി തോപ്പിച്ച് ഇവിടെയുള്ള ജനങ്ങളെയും ഈ ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. യമട്ടോ, നിന്റെ സഹായം പോലും ഞാൻ തേടാനായിട്ട് പാടില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നീയും ടീമും യൂസ്റ്റസ് കിഡും ലോയും എല്ലാവരും ഇവിടം വിട്ടു പോവും. പിന്നീട് ഈ ഒരു ഐലാൻഡ് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. സോ ഇപ്പം മുതലേ ഞാൻ അതിന് കേപ്പബിൾ ആവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ സഹായമില്ലാതെ ഇവനെ ഞാൻ തന്നെ മിരട്ടി ഓടിക്കുമെന്ന് പറഞ്ഞ് മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ആൻഡ് ഓഫ് വാനോ കിങ്ഡം അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഞാനാണ്. ഇനി ഞാൻ ആരുടെ ഹെൽപ്പ് ചോദിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ ഫയർബോൾ പവർ അതവൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ക്രിയേറ്റ് ആവും, പക്ഷെ അത് പുറത്തേക്ക് വരില്ല. ആ നേവിക്കാരനാണെങ്കിൽ അവന്റെ തലയ്ക്ക് കൈ കൊടുക്കും. ഇതുപോലൊരു മണ്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും പവറും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടായിട്ടും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ മൊമന്റോസ്കിയെ പരിഹസിക്കും. ോയും ഓഡന്റെ റീറ്റെയിനേഴ്സും അവരെല്ലാവരും മൊമന്റോസ്കിയെ സപ്പോർട്ട് ചെയ്യാണ്. തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, നീ നന്നായിട്ട് ശ്രമിക്കണം. മൊമന്റോസ്കി ആണെങ്കിൽ കണ്ണുകൾ അടയ്ക്കും. അപ്പോഴായിരിക്കും ലൂഫിയുടെ ഒരു ശബ്ദം പോലെ അവന് കേൾക്കുക. അടുത്ത നിമിഷം ആ ബ്ലാസ്റ്റ് ബ്രീത്ത് പവർ അത് നോൺ സ്റ്റോപ്പായി പുറത്തേക്ക് വന്ന് ആ നേവിക്കാരന്റെ ദേഹത്തേക്ക് ആഞ്ഞടിക്കും. അവനാണെങ്കിൽ വേദനയാൽ നിലവിളിച്ച് അവൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നവരെ എല്ലാവരെയും താഴേക്കിടുകയാണ്. ഇതിൽ കൈഡോ അവൻ പോലും ഈ ബ്ലാസ്റ്റ് ബ്രീത്ത് പവർ ഇത്ര എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും മൊമന്റോസ്കിയുടെ ധൈര്യവും സ്ട്രെങ്ത്തും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും. മൊമന്റോസ്കിക്കാണെങ്കിൽ ആദ്യം ആ ഡ്രാഗൺ ഫോമിലേക്ക് മാറാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ട്രെയിനിങ് എടുത്ത് അവൻ ഡ്രാഗൺ ഫോമിലേക്ക് മാറി. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് അവൻ ക്ലൗഡ്സുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇപ്പോൾ ഈ ഫയർബോൾ പവറും ആ നേവി ഓഫീസറിന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് കരുതി അവർ സമാധാനത്തിലിരിക്കുമ്പോഴായിരിക്കും അവൻ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടെ തിരികെ വരിക. അപ്പൊ ദൂരത്തായിട്ട് ഷാങ്ക്സ് അവന്റെ പവർ അത് സെൻസ് ചെയ്ത് ഹോക്കി പവർ അത് സ്പ്രെഡ് ചെയ്ത് ആ നേവി ഓഫീസറിനെ ലോക്ക് ചെയ്യുകയാണ്. ആ നേവിക്കാരനാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ ആ പവർ തിരിച്ചറിയും. ഷാങ്ക്സ്, ഇത് നീയാണെന്ന് എനിക്കറിയാം, മര്യാദയ്ക്ക് എന്നെ വിട്, എനിക്ക് ലൂഫിയെ കണ്ടുപിടിച്ചേ തീരൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങും. ഷാങ്ക്സിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇത് കണ്ട് ഷോക്കാവും. നിങ്ങൾ ഇത്രയും പവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കപ്പൽ ആടി ഒലയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ക്ലൂ എങ്കിലും തന്നിട്ട് ഈ പവർ യൂസ് ചെയ്തോടെയും ചോദിക്കും. ഷാങ്ക്സ് ആണെങ്കിൽ സീരിയസ് ആയിട്ട് ഇപ്പൊ ആ നേവിക്കാരനോട് പറയും, മര്യാദയ്ക്ക് നീ തിരികെ പോകുന്നതാണ് നല്ലത്. 20 വർഷത്തിന് ശേഷം വാനോ കിങ്ഡം അവർ തിരികെ പിടിച്ചിരിക്കുകയാണ്. പുതിയ എറയിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഇത്ര അസൂയാണോ? നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്നെ കൊണ്ട് ലൂഫിയെ പിടിക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് ഇപ്പൊ നേവി സോൾജിയർ അവൻ കൈ ഉയർത്തി തോൽവി സമ്മതിക്കും. ഇത് മനസ്സിലാവാതിരുന്ന മൊമന്റോസ്കിയും ടീമും അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. മൊമന്റോസ്കിക്കാണെങ്കിൽ വല്ലാത്തൊരു ആത്മാഭിമാനം. അവന്റെ ഫൈറ്റില് ആ നേവിക്കാരൻ അവൻ മുട്ടുകുത്തിയെന്ന് ആശ്വസിച്ച് അവനങ്ങനെ അഭിമാനത്തോടു കൂടെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും അവനെ പുകഴ്ത്തും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ലൂഫിയും ടീമും അവർ ഓൾറെഡി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരുന്നു. സോ അവരാണെങ്കിൽ മാറി നിന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുപോലും ഇഗ്നോർ ചെയ്യാതെ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അടുത്ത നിമിഷം അവരാണെങ്കിൽ വലിയൊരു പവർ അത് സെൻസ് ചെയ്യാണ്. ലൂഫിക്കാണെങ്കിൽ അത് സെൻസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത് മറ്റാരുമല്ല, സാക്ഷാൽ ഷാങ്ക്സ് ആണെന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.